ഒരു വർഷം തന്നെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു 10-40ഓളം അപകീർത്തികരമായ കേസുകൾ രാഹുൽ ഗാന്ധിയുടെ പേരിൽ ഇന്ത്യയിലെ തന്നെ വിവിധ കോടതികളിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നിലവിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഭാരതത്തിലെ ജനങ്ങൾ മടുത്തു എന്നത് മാത്രമല്ല, സുപ്രീം കോടതിയും രാഹുൽ ഗാന്ധിയെ കൊണ്ട് മടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വകതിരിവില്ലാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ കോടതി പലതരത്തിലുള്ള വാർണിങ്ങുകൾ നൽകിയെങ്കിലും രാഹുൽ ഗാന്ധി അതൊന്നും അനുസരിക്കുന്നില്ല എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഈ ഭാരതം രാഹുൽ ഗാന്ധിക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്നു എന്നതുപോലെയാണ് വായിൽ വരുന്നതെന്തും വിളിച്ചു പറയുന്ന ഒരു രീതിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴും അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഭാരതം ആരാധിക്കുന്ന സ്വതന്ത്ര സമര പോരാളിയായ വീർ സവർക്കറെ രാഹുൽ ഗാന്ധി അപമാനിച്ച കേസിൽ വീർ സവർക്കറുടെ ചെറുമകൻ സത്യകി സവർക്കർ നൽകിയ അപകീർത്തി കേസിൽ വാദം കേൾക്കൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ ക്രോസ് വിസ്താരം നടത്തവേ ജഡ്ജിമാർ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ് വിയർത്ത് ഉത്തരം മുട്ടി നിൽക്കുന്നൊരവസ്ഥയാണ് കണ്ടത്. വീര സവർക്കറെ ബ്രിട്ടീഷുകാരോട് സ്ഥിരമായി മാപ്പപേക്ഷ നൽകുന്ന വീരൻ എന്നാണ് രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ വിശേഷിപ്പിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ ഗാന്ധിജിയെയും ബ്രിട്ടീഷുകാരുടെയും സേവകനായി കണക്കാക്കേണ്ടി വരുന്ന ചില അവസരങ്ങൾ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ബ്രിട്ടീഷ് പ്രഭുക്കന്മാർക്കും വൈസ്രോയിമാർക്കും അയച്ച 12 കത്തുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ഈ വിഷയത്തിൽ ചില ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധിയുടെ വക്കീലായ അഭിഷേക് മനു സിംഗ്വിയോട് ചോദിച്ചത്. ബ്രിട്ടീഷ് വൈസ്രോയിക്ക് അയച്ച ഓരോ കത്തിന്റെയും അവസാനം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നിങ്ങളുടെ വിശ്വസ്തനായ സേവകനെന്ന് എഴുതിയിരുന്നുവെന്നും ബ്രിട്ടീഷുകാരിൽ നിന്ന് പ്രതിമാസം 1200 രൂപ ശമ്പളം കൈപ്പറ്റിയെന്നുമാണ് താങ്കളുടെ കക്ഷിയായ രാഹുൽ ഗാന്ധിക്ക് അറിയാമോ എന്നാണ് സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയുടെ വക്കീലിനോട് ചോദിച്ചത്. അങ്ങനെയെങ്കിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ ബ്രിട്ടീഷുകാരുടെ ഒരു സേവകനായും തൽഫലമായി രാജ്യദ്രോഹിയായും കാണേണ്ടി വരില്ലേ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. ഈ ചോദ്യങ്ങൾക്ക് അഭിഷേക് മനു സിംഗ് ഒരു ഉത്തരമില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു സുപ്രീം കോടതിയിൽ കണ്ടത്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വീർ സവർക്കറുടെ ധീരതയെ പുകഴ്ത്തിക്കൊണ്ട് കത്തുകൾ എഴുതിയിരുന്നു. രാഹുൽ ഗാന്ധി തന്റെ അമ്മമ്മയായ ഇന്ദിരാഗാന്ധിയുടെ കാഴ്ചപ്പാട് തെറ്റാണെന്ന് സമ്മതിക്കുമോ? സുപ്രീം കോടതി ജഡ്ജിയുടെ ഈ കുറികൊള്ളുള്ള ചോദ്യം സുപ്രീം കോടതി ജഡ്ജിയുടെ ഈ കുറിക്കൊള്ളുന്ന ചോദ്യത്തിന് അഭിഷേക് മനു സിംഗിന് ഒരു ഉത്തരവുമില്ലായിരുന്നു. നമ്മുടെ ആദരണീയരായ സ്വതന്ത്ര സമര സേനാനികളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതിൽ നിന്നും നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ വിട്ടു നിൽക്കണമെന്ന് സുപ്രീം കോടതി ജഡ്ജി നിർദ്ദേശിച്ചിരിക്കുകയാണ്. വീർ സവർക്കറെ അപമാനിച്ച കേസിൽ രാഹുൽ ഗാന്ധിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന വീർ സവർക്കറുടെ ചെറുമകൻ സത്യകി സവർക്കർ നൽകിയ കേസിൽ വിചാരണ തുടരുകയാണ്. ഈ കേസിൽ രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടി കിട്ടിയേക്കുമെന്ന അഭിപ്രായം ശക്തമാണ്. പല പ്രാവശ്യം സുപ്രീം കോടതി അടക്കമുള്ള അതോടൊപ്പം തന്നെ ഹൈക്കോടതി അടക്കം രാഹുൽ ഗാന്ധിക്ക് പലതരത്തിലുള്ള വാണിംഗ് നൽകിയതാണ്. സ്വതന്ത്ര സമര സേനാനിയെ ബഹുമാനിച്ചില്ലെങ്കിലും അവരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ, അവരെ പൊതുമധ്യത്തിൽ അപമാനിക്കുന്ന തരത്തിൽ രാഹുൽ ഗാന്ധി പ്രസ്താവന നടത്തരുത്, ഒരു പരാമർശവും നടത്തരുത് എന്ന് പറഞ്ഞതാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്, കോൺഗ്രസിന്റെ അമരക്കാരനാണ്, അതുകൊണ്ട് കടുത്ത ശിക്ഷയൊന്നും തരുന്നില്ല, വാണിംഗ് നൽകുന്നുവെന്ന് പല പ്രാവശ്യം പല കോടതികളും, അലഹബാദ് കോടതിയായിരുന്നാലും സുപ്രീം കോടതിയായിരുന്നാലും പല വാണിംഗുകൾ നൽകിയതാണ്. എന്നാൽ ഇതൊന്നും കേൾക്കില്ല. നീതിന്യായ പീഠം നീതിന്യായത്തിന്റെ ജോലി ചെയ്താൽ മതി, എന്നെ ഭരിക്കാൻ വരണ്ട എന്നുള്ള ഒരു ധിക്കാരപരമായ ഒരു സമീപനമായിരുന്നു രാഹുൽ ഗാന്ധി എല്ലാ വർഷവും എടുത്തത്. ഈ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇന്ത്യക്ക് ഒരു തരത്തിലുമുള്ള പ്രയോജനം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. വിദേശ രാജ്യത്തേക്ക് പോയി ഇന്ത്യക്ക് വേണ്ട 1 രൂപയുടെയെങ്കിലും നേട്ടം, അല്ലെങ്കിൽ വിദേശ രാജ്യത്തേക്ക് പോയി മൾട്ടിനാഷണൽ കമ്പനിക്ക് ഇന്ത്യയിൽ ഒരു ഹബ്ബ് തുടങ്ങാനുള്ള ഒരു ചർച്ചയെങ്കിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലേക്ക് എടുക്കാമായിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. പാകിസ്ഥാനെ പോലുള്ള ശത്രു രാജ്യങ്ങൾക്ക്, ചൈനയെ പോലുള്ള ശത്രുതാ രാജ്യങ്ങൾക്ക് കുട പിടിക്കുന്ന രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യ വിരുദ്ധരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും പ്രസംഗം നടത്തുകയും അവരുമായിട്ടൊരു ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്ന ഒരു ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി.